ഹായ് ഹലോ. അപ്പോൾ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാണ്ട് വളർത്തെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ അത്. അതിൻ്റെ പേര് ചൈനീസ് വയലറ്റ് എന്നാണ്. സാധാരണയായിട്ട് നമ്മൾ റോഡ് സൈഡിൽ കാണാം, പറമ്പിലൊക്കെ കാണാം കേട്ടോ. അപ്പം ഇതിൻ്റെ പേരൊന്നും എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി നട്ടപ്പോൾ നല്ല ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ട്, നല്ല ഭംഗിയാണ് വിരിഞ്ഞ് നിൽക്കണ കാണാനായിട്ട്. അതുപോലെ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കണം കേട്ടോ, എന്നാലത് നന്നായിട്ട് പൂക്കുള്ളൂ. എല്ലാ തണ്ടുമ്മിലും പൂക്കളുണ്ടാവുള്ളൂ. അതുപോലെ നല്ല വളം വേണം. വളം വേണ്ട ഒരു ചെടിയാണ്. അതുപോലെ നല്ലോണം വെള്ളം വേണം. വെള്ളം കെട്ടിക്കെടുക്കാനും പാടില്ല. പിന്നെ പെട്ടെന്ന് വലുതാവും കേട്ടോ. ഒരു ചെറിയ തണ്ട് നട്ടാൽ തന്നെ പെട്ടെന്ന് അത് നീണ്ടു പോവും. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ലൊരു കുറ്റിച്ചെടിയായിട്ട് നിൽക്കും. എസ്പെഷ്യലി ഈ ചട്ടിയിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ എല്ലാം അതിങ്ങനെ വിരിഞ്ഞ് നിൽക്കണ കാണാനായിട്ട്. അപ്പം അതുപോലെ 2-3 ദിവസം എടുക്കുള്ളൂ നമ്മുടെ തണ്ടൊക്കെ കിളിർപ്പിച്ചെടുക്കാനായിട്ട് കേട്ടോ. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വേരൊക്കെ വരും. അപ്പോൾ ഇത് സാധാരണ നമ്മൾ വൈറ്റ് കളർ കണ്ടിട്ടുണ്ട്, പിന്നെ മഞ്ഞയുണ്ട്, പിന്നെ ഒരു വയലറ്റ് ഉണ്ട്, പിന്നെ ഒരു പിങ്ക് കളറും കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വെരിഗേറ്റഡ് ടൈപ്പൊക്കെ ഉണ്ട്, അതെൻ്റെ അടുത്ത് കിട്ടിയിട്ടില്ല. അപ്പം ഇപ്പോൾ ഈ വെള്ള കളറാണ് കേട്ടോ പൂവിട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. മുല്ലപ്പൂവൊക്കെ നിൽക്കുന്ന പോലെ തന്നെയാണ്. ഒരു ചിലവില്ല. എന്ന് വെച്ചാൽ അത് റോഡ് സൈഡിൽ നിന്ന് നമുക്ക് കിട്ടും, വാങ്ങേണ്ട കാര്യമില്ല. പിന്നെ അത് മുളച്ച് കിട്ടാനായിട്ട് ആകെ ഒരു 3-4 ദിവസം വേര് പിടിച്ചെടുക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. പിന്നെ ഇടയ്ക്ക് വളം കൊടുക്കാം, ചാണകമോ. അപ്പം ഞാൻ 19-19 ഒക്കെ കൊടുക്കാറുണ്ട്. അതാണ് ഇത്രയ്ക്കും പൂക്കളായിട്ട് നിൽക്കുന്നത്. അപ്പം അങ്ങനെ. അപ്പം നമ്മുടെ ഗാർഡനൊക്കെ നല്ല ഭംഗിയാവണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് അറേഞ്ച് ചെയ്താൽ മതി. മഞ്ഞ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. വെള്ളയും വയലറ്റും പിന്നെ പിങ്കുമാണ് എനിക്ക് കൂട്ടത്തിൽ ഭംഗി തോന്നിയത്. പിന്നെ ഇല വെരിഗേറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, ചില വീടുകളിൽ കാണാറുണ്ട് കേട്ടോ. ഒരു മഞ്ഞയും പച്ചയും കൂടി വെരിഗേറ്റഡ് ആയിട്ട് ഇലയിട്ട് അങ്ങനെ ഒരു പിങ്ക് കളറ് പൂവാണ് കണ്ടിട്ടുള്ളത്. പിന്നെന്താ, ഇതിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വെള്ളയും വയലറ്റൊക്കെ വെച്ച് കൊടുത്താലോ അല്ലെങ്കിൽ ഇങ്ങനെ ബോർഡറായിട്ട് കൊടുത്താലോ ഒക്കെ നല്ല ഭംഗിയുണ്ടാവും. നന്നായിട്ട് പ്രൂൺ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഈ ചെടി ഇങ്ങനെ നീണ്ടു പോകും. നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക.